പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ കൃപയ്ക്കായിട്ട്, വലിയ അനുഗ്രഹത്തിനായിട്ട് വചനമാകുന്ന ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും നമുക്ക് ഒരിക്കൽ കൂടെ അവസരം ലഭിച്ചിരിക്കുകയാണ്. നാം ഏത് സ്ഥാനത്തും ഏത് സന്ദർഭങ്ങളിലും ആയിരുന്നാലും ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കൃപയാൽ നമ്മെ നിറയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമുക്ക് വിവിധ മേഖലകളിൽ വിടുതൽ നൽകുകയാണ്, അനുഗ്രഹം നൽകുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് ആ കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ശക്തനുമായ ദൈവമേ, അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ വചനത്തിൻ്റെ സ്വീകാര്യതയിലേക്ക് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും അങ്ങ് ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിലുള്ള എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. അങ്ങേക്ക് വിരുദ്ധമായി മാനുഷിക നന്മകൾക്കെതിരായി നിൽക്കുന്ന എല്ലാ തിന്മകളും ഉപദ്രവങ്ങളും ഞങ്ങൾ അകന്നു പോകുവാൻ ഈ വചനം ഞങ്ങളെ സഹായിക്കട്ടെ. അങ്ങയുടെ വചനം മുഖാന്തരം ഞങ്ങൾ ഏർപ്പെടുന്ന തലങ്ങളിലെല്ലാം അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും, ഈ വചനത്തിൻ്റെ കേൾവിയിലായിരിക്കുന്ന ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെയും, അവരുടെ അധ്വാനവരകളെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഈയിടെ ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, അച്ഛാ, ഈ വചനം ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? അഥവാ ദൈവഭക്തി നമുക്ക് ആദായകരമാണോ? അതല്ലാത്തവരൊക്കെ സുഖമായൊക്കെ ജീവിക്കുന്നില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ദൈവഭക്തി, ദൈവാശ്രയം പ്രയോജനകരമാണോ, പ്രതിഫലം നൽകുന്നതാണോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ സാധാരണയായിട്ട് മനുഷ്യൻ്റെ ചിന്ത ആലംബരും അശരണരും നിസ്സഹായരും എവിടെയും ഒരു ഗതിയുമില്ലാത്തവരുമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്നാണ് പൊതുവേ ഉള്ള ഒരു സാധാരണ ചിന്ത. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അത് വലിയ തെറ്റായ ചിന്തയാണെന്ന് നമ്മുടെ തന്നെ ചുറ്റുപാടുകളിലെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സർവശക്തനായ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരുത്തനും നശിച്ചു പോകുന്നില്ലെന്ന് തിരുവചനം ആദിയോടന്തം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതിഫലം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം, എന്താണ് അതിൻ്റെ മാർഗങ്ങൾ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊത്ത് ചിന്തിക്കുന്ന ഒരു പ്രധാന കാര്യം. വാസ്തവത്തിൽ സദൃശ്യവാക്യങ്ങളിൽ അഥവാ സുഭാഷിതങ്ങളിൽ 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഭക്തിയിൽ ജീവിക്കുന്നവർക്ക് ജ്ഞാനവും അറിവും ലഭിക്കുന്നു. അവർ അനാവശ്യ ചിന്തകളിലേക്കോ വേണ്ടാത്ത കാര്യങ്ങളിലേക്കോ പുറപ്പെടുകയില്ലെന്ന് തിരുവചനം ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവർ, ഇന്ന് ഈ ലോകപ്രകാരം ചിന്തിക്കുന്നവർക്ക് ദൈവഭക്തി വലിയ കാര്യമൊന്നുമല്ല. ഈ ലോകത്തിൻ്റെ ചിന്തയിലും ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും ആയിരിക്കുന്നവർക്ക് ദൈവഭക്തി വലിയ കാര്യമൊന്നുമായിട്ട് അവർ പരിഗണിക്കുന്നില്ല. എന്നാൽ സ്നേഹമുള്ളവരെ, അവരുടെ പിടിക്കും
അവരുടെ ചിന്തയ്ക്കും അവരുടെ നിയന്ത്രണത്തിനും അതീതമായിട്ട് രോഗങ്ങളും വ്യാധികളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും അവരെ ബാധിക്കുമ്പോൾ അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ സങ്കേതവും സ്രോതസ്സും ശക്തിയുമൊക്കെ തിരിച്ചറിയുന്ന അപ്പോഴാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അങ്ങനെയാകാതെ നിരന്തരം ആ ദൈവത്തിൽ ആശ്രയിക്കാൻ, നിരന്തരം ആ ദൈവം എൻ്റെ ജീവനും എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനുള്ള ബോധ്യമുണ്ടാകുവാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ ആയിരുന്നാൽ വല്ല പ്രതിഫലമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. വാസ്തവത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ വിവിധ ക്ലേശങ്ങളിലും വിവിധ പ്രയാസങ്ങളിലും ഉൾപ്പെട്ടവരായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ മനസ്സിന് വല്ലാത്ത ഭാരങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ വ്യക്തമായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ ശ്രദ്ധിക്കണം, നിങ്ങളോട് സുവിശേഷം അറിയിച്ചത് വചനത്തിൽ പ്രസംഗിച്ചതുകൊണ്ട് മാത്രമല്ല, പിന്നെയോ ശക്തിയിലും പരിശുദ്ധാത്മാവിലും, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്താലുമാണ്. ഉത്തമമായ ബോധ്യത്തോട് മാത്രമേ നിങ്ങളോട് സുവിശേഷം അറിയിച്ചത്. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നത് വലിയ ബോധ്യത്തിൽ നിന്നാണ്. ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവൻ്റെ അനുഭവത്തിൽ നിന്നാണോ അവൻ്റെ കേൾവിയിൽ നിന്നാണോ വെറുതെ പറയുന്നതാണെന്ന്. ആഗ്രഹത്തോടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉതിർന്നു വരുന്ന വചനത്തിൻ്റെ അത് പറയുന്ന ശൈലിയുടെ ശക്തി അല്ലെങ്കിൽ ആ രീതി, ആ ശൈലി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവൻ എത്രമാത്രം ഇത് ഉൾക്കൊണ്ടാണ്, എത്രമാത്രം തിരിച്ചറിഞ്ഞാണെന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങൾ ഈ വചനത്തിൻ്റെ കേൾവിയിലായിരിക്കാൻ, ഈ സമയത്ത് ഇത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്കിടയായത്. നിങ്ങൾ കർത്താവിനെ അനുകരിക്കുന്നവരായി. കാരണം ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ആനന്ദത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ വചനം സ്വീകരിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്ലേശങ്ങൾക്കിടയിലും സന്തോഷത്തോടെ, വലിയ ആനന്ദത്തോടെ വചനം സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെന്ന്. നിങ്ങൾ വാസ്തവത്തിൽ വചനത്തിൻ്റെ കേൾവിയിലായിരിക്കുമ്പോൾ തന്നെ സമൃദ്ധമായി ദൈവത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ, ആനന്ദത്തോടെ വചനം സ്വീകരിക്കുക. അത് നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളും നീക്കി ദൈവം വലിയ കൃപയാൽ നിങ്ങളെ നിറയ്ക്കാൻ ഇത് മുഖാന്തിരമാകട്ടെ. നമുക്ക് കർത്താവായ യേശു മിശിഹ ഒരു വലിയ വാഗ്ദാനം നൽകി. ഈ ലോകത്തിൽ നിങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ലോകത്തിൻ്റെ, അതായത് വേൾഡ്ലി പ്രോസ്പെരിറ്റി അഥവാ ഭൗതിക നേട്ടങ്ങൾ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പലപ്പോഴും മനുഷ്യർ ദൈവത്തെ ആശ്രയിക്കുന്നത് നല്ലൊരു ജോലി കിട്ടാൻ, നല്ല വിദ്യാഭ്യാസം കിട്ടാൻ, നല്ല സ്വത്ത് ആർജിക്കാൻ, നല്ല ജീവിത പങ്കാളിയെ കിട്ടാൻ, ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ സാധാരണ മനുഷ്യരുടെ ദൈവാശ്രയത്തിൻ്റെ പ്രചോദനത്തിൻ്റെ തലങ്ങൾ. എന്നാൽ ശുദ്ധമുള്ള മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ യേശു മിശിഹ ജീവനുള്ള തിരുവായി കൊണ്ട്, ജീവനുള്ള വചനത്തിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ്. എന്താണ്? മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധിക്കും. മനുഷ്യന് ഇത് അസാധ്യമാണ്, എന്നാൽ
ദൈവത്തിന് അങ്ങനെയല്ല, അവിടുത്തേക്ക് എല്ലാം സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത് കൽപ്പിച്ചത് ജീവിക്കുന്ന ദൈവമായ, നമുക്ക് വേണ്ടി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് കഷ്ടത അനുഭവിച്ച് കുരിശിലേറി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ജീവനുള്ള കർത്താവായ യേശു മിശിഹായാണ് ഇത് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ആ ദൈവം നമ്മോട് കൂടെയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആ ദൈവം പറയുകയാണ്, 29-ാമത്തെ വചനത്തിൽ പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം ആണയിട്ട് ഉറപ്പിച്ച് ബോധ്യത്തോടെ കൽപ്പിക്കുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ നിലങ്ങളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ, ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഇവിടെ വച്ച് തന്നെ നമുക്കത് ലഭിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ സമർത്ഥമായി നേട്ടങ്ങളുണ്ടാക്കാൻ, ഐശ്വര്യമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവായ യേശു മിശിഹ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് ദൈവഭക്തി. എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും നിങ്ങൾ ത്യാഗം സഹിക്കുന്നെങ്കിൽ, നിങ്ങൾ നന്മ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതെന്നെ പ്രതിയാണെങ്കിൽ, എൻ്റെ സുവിശേഷത്തെ പ്രതിയാണെങ്കിൽ, നിങ്ങൾ 100 ഇരട്ടിയായി, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി സമർത്ഥമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിനെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ജീവിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? സാധാരണ നമ്മൾ അവരെ ആത്മീയരെന്ന് വിളിക്കും. അതെ, ആത്മീയർ, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നവരെക്കുറിച്ചാണ് ദൈവം ഇത് പറയുന്നത്. അങ്ങനെ ആത്മീയ ശുശ്രൂഷകർ, അവർ ദൈവത്തിൻ്റെ വിശ്വസ്തരായി, ദൈവത്തോട് വലിയ കടപ്പാടുള്ളവരായി, ദൈവത്തോട് വലിയ സ്നേഹമുള്ളവരായി, ദൈവസ്നേഹം നിറഞ്ഞവരായി അവർ ജീവിക്കും. അവർക്ക് ഇതിന് പ്രതിഫലമുണ്ടോ? അവർക്ക് പ്രതിഫലമുണ്ടോ? കർത്താവായ യേശു മിശിഹായെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുമ്പോൾ വലിയ വിടുതൽ, വലിയ അനുഗ്രഹമുണ്ടാകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 തിരുവചനങ്ങൾ. ആ വചനം എങ്ങനെയാണ്? ആ കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. മീഖായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? മീഖായേൽ മാലാഖ. ദൈവത്തിൻ്റെ നിയോഗത്താൽ ആയുധമെടുത്ത് ദൈവജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിശാചിനോട് പോരാടുന്ന മാലാഖയാണ് മീഖായേൽ മാലാഖ. മീഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകളൊന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള ജനം മുഴുവൻ രക്ഷപ്പെടും. 3-ാമത്തെ വചനം എങ്ങനെയാണ്? ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നും പ്രകാശിക്കും. നോക്കൂ, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നും പ്രകാശിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി ദൈവത്തിൻ്റെ തിരുവചനം അല്ലെങ്കിൽ കർത്താവായ യേശു മിശിഹായുടെ കൃപകളെക്കുറിച്ച്, വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അതാണ് അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ. അവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നും പ്രകാശിക്കും. അവരുടെ ജീവിതം പ്രകാശപൂർണമായിരിക്കും. തീർച്ചയായും അവർക്ക് പ്രതിഫലമുണ്ട്. കഷ്ടതകളും ക്ലേശങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായേക്കാം. അതിനേക്കാൾ അപ്പുറമായിട്ട് അവർ അനുഭവിക്കുന്നതിന് 100 ഇരട്ടി
എന്താണോ അവർക്ക് നഷ്ടപ്പെടുന്നത് അതിന് 100 ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്നാണ് കർത്താവായ യേശു മിശിഹ തിരുവചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, ശിഷ്യൻ എന്ന് വച്ച് ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കണ്ടോ, പ്രതിഫലം ലഭിക്കും. നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവഭക്തരെ ചേർത്ത് പിടിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ കർത്താവായ യേശു മിശിഹായ്ക്ക് നൽകുന്നതായി ദൈവം കണ്ട് അവർക്ക് പ്രതിഫലം നൽകും. എന്തൊരു വലിയ വാഗ്ദാനമാണ്! ഒരു പുരോഹിതന് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് നടത്തിയാൽ, അപ്പം തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ പുരോഹിതൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരുന്ന് ദൈവത്തോട് യാചിക്കും, തമ്പുരാനെ, ഈ വചനത്തിൻ്റെ ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിലൂടെ അങ്ങ് അരുളി ചെയ്തിരിക്കുന്ന വചനത്തിൻ്റെ അഭിഷേകം ഇവരിൽ നിറയട്ടെ, ഇതിനിവർക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥതയുള്ള ഒരു പുരോഹിതൻ തീർച്ചയായും പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, അത് ഏത് ഭക്തനും പ്രാർത്ഥിക്കും അങ്ങനെ. അതുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ലഭിച്ചുവെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദൈവം കൽപ്പിക്കുകയാണ്, താഴ്മയുള്ളവർക്ക് ചെയ്താൽ, വിനീതർക്ക് ചെയ്താൽ, ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം പച്ചവെള്ളം നിങ്ങൾ കുടിക്കാൻ കൊടുത്താൽ, അധികമായിട്ടൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു പാത്രം പച്ചവെള്ളം നിങ്ങൾ കുടിക്കാൻ കൊടുത്താൽ പോലും അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല, നിശ്ചയമായും പ്രതിഫലം ലഭിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവഭക്തി പ്രതിഫലം നൽകുന്നതാണ്. തീർന്നില്ല, ഇനിയും മൂന്നാമതൊരു കാര്യം നമുക്ക് പരിശോധിക്കാൻ നമുക്ക് കാണാം. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് ഇനിയും നമ്മളെ ഇത് തന്നെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവീൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന്, സാധാരണ രീതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ്. ഈ കാലഘട്ടത്തിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. എന്താ? ഉപഭോഗ സംസ്കാര കാലഘട്ടം. ഞാനിത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് ഇന്ന് സകലരുടെയും ചിന്ത. എന്നാൽ ദൈവം കൽപ്പിക്കുന്നു, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവീൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കണ്ടോ, വലിയ പ്രതിഫലം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് കർത്താവായ യേശു മിശിഹായാണ് തിരുവായി കൊണ്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നും നിറവേറ്റുന്ന, എന്തും നമുക്ക് സാധ്യമാക്കി തരുന്ന ശക്തനായ ദൈവം, വാഗ്ദാനങ്ങളിൽ മാറ്റമില്ലാത്ത കർത്താവായ യേശു മിശിഹായാണ് ഇത് കൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി, സുവിശേഷത്തെ പ്രതി നമ്മൾ അത് ചെയ്യുമ്പോൾ തീർച്ചയായും സമൃദ്ധമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇനി നമുക്ക് നോക്കാം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ ദൈവം കൽപ്പിക്കുന്നു. അതെങ്ങനെയാണ്? നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്, ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും കിട്ടും. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും കിട്ടും. നീ എത്രമാത്രം ശുദ്ധ മനസ്ഥിതിയോടെ, എത്രമാത്രം ആത്മാർത്ഥതയോടെ, എത്രമാത്രം സത്യസന്ധതയോടെയാണോ അത് നിർവഹിക്കുന്നത്, നിൻ്റെ ജോലി ചെയ്യുന്നത്, അതിന് തക്ക പ്രതിഫലം നിൻ്റെ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭ്യമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, 5-ാമതായിട്ടൊരു കാര്യം, നിനക്ക് ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കും. എഫേസോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ വിശുദ്ധനായ ശ്ലീഹ കൽപ്പിക്കുന്നു, ഓരോരുത്തർക്കും സ്വതന്ത്രരോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. തീർച്ചയായും
അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ ഏത് നിലവാരത്തിലുള്ളവനായിരുന്നാലും ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിയോ നമ്മുടെ കഴിവുകളോ നമ്മുടെ കഴിവുകേടുകളോ നമ്മുടെ ഇല്ലായ്മയോ നിസ്സഹായാവസ്ഥയോ അല്ല ദൈവം പരിഗണിക്കുന്നത്. എന്നാൽ തമ്പുരാനു വേണ്ടി എന്നെ പ്രതിയും എൻ്റെ സുവിശേഷത്തെ പ്രതിയും നിങ്ങൾ ത്യജിക്കുന്നെങ്കിൽ, നിങ്ങൾ വേവലാതിപ്പെടുന്നെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും അതിന് 100 ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളിലൂടെ ദൈവം ഇത് നമുക്ക് നൽകുന്നത് തിരിച്ചറിയാൻ കഴിയും. എത്ര പ്രാവശ്യമാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, നാണക്കേടുകളിൽ നിന്നെല്ലാം മറച്ചു പിടിച്ച് നിങ്ങളെ രക്ഷിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ജീവിതത്തിലേക്ക് അതിനൊന്ന് തിരിഞ്ഞു നോക്കൂ. ഒരു സ്വയപരിശോധനയ്ക്ക്, ഒരു ഇൻട്രോസ്പെക്ഷൻ, അവനവനിലേക്ക് തന്നെയുള്ളൊരു ആത്മപരിശോധനയ്ക്ക്, സ്വയപരിശോധനയ്ക്ക് നിങ്ങളൊന്ന് വിധേയരായി നോക്കൂ. നമുക്ക് തിരിച്ചറിയാം ദൈവം എത്രയേറെ ഉത്സാഹത്തോടെയാണ് പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. കാരുണ്യവാനായ ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക, ബോധ്യപ്പെടുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശുദ്ധമുള്ള കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് കൽപ്പിക്കുന്നു, വചനത്തിലൂടെ പറയുകയാണ്, നിങ്ങൾ പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഈ വചനത്തിൻ്റെ കേൾവിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ നല്ല യാചനകളെ നൽകി സർവശക്തനായ ദൈവം സമൃദ്ധമായ സ്വർഗത്തിൻ്റെ ശ്രീഭണ്ഡാരം തുറന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു മിശിഹ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയ ആ വലിയ നൽവരം, സ്ലീഹന്മാരിൽ നിന്ന് പ്രധാനാചാര്യന്മാരിലേക്കും പ്രധാനാചാര്യന്മാരിൽ നിന്ന് അടിയൻ്റെ ബലഹീനതയ്ക്ക് ലഭിച്ചിട്ടുള്ള പൗരോഹിത്യ നൽവരത്താൽ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ശക്തനായ കർത്താവേ, അങ്ങ് വലിയ വാഗ്ദാനമാണല്ലോ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും നിങ്ങൾ ത്യജിച്ചാൽ, നിങ്ങൾക്ക് നഷ്ടമായാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ. തമ്പുരാനെ, ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരിലും അവിടുത്തെ വലിയ കരുണകളും അനുഗ്രഹങ്ങളും സമർത്ഥമായി എത്തിച്ചേരട്ടെ. അങ്ങേ ശുശ്രൂഷിക്കുന്നവർക്ക്, താഴ്മയുള്ളവർക്ക് തമ്പുരാനെ അങ്ങ് പ്രതിഫലം നൽകുന്ന ദൈവമാകുന്നല്ലോ. വലിയ ഇവരുടെ അധ്വാന മേഖലകളെ, ഇവരുടെ പ്രയത്നത്തിൻ്റെ എല്ലാ വശങ്ങളെയും, ആരോഗ്യ മേഖലകളെ, ജീവിത ചുറ്റുപാടുകളെല്ലാം സമർത്ഥമായി അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരുണ ഇവരിൽ ഓരോരുത്തരിൽ നിന്ന് കാവലായി നിന്ന് കരുതി കാത്തുകൊള്ളണമേ. പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥത കാവലായിരിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു മിശിഹായുടെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളി സഹായിക്കുമാറാകണമേ. ആമേൻ.